പ്രധാനമായും 2 നിർദ്ദേശങ്ങളാണ് ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഒന്ന്, കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. 2, കേസ് നടത്തുന്നതോടൊപ്പം തന്നെ ശക്തമായ പ്രക്ഷോഭണവുമായി നമ്മൾ മുന്നോട്ട് പോവുക. എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കേട്ടില്ലേ? ബോംബ് പൊട്ടുന്നത് പോലെ പൊട്ടുന്നത്. കോടതി വിധിച്ചു വരുമ്പോഴേക്കും നമ്മളൊന്നും ഇവിടെ കാണുകയല്ല പിള്ളേച്ച. ഇങ്ങനെ പോയാ ഈ അണക്കെട്ടിന് വലിയ ആയുസില്ല. ഇത്രയും കാലം നമ്മൾ ചെയ്തതൊക്കെ പാഴായി പോകുന്ന ഓർക്കുമ്പോഴാ. അച്ഛനങ്ങനെ നിരാശപ്പെടരുത്. കോടതി ഉത്തരവിനെ മറികടന്നുകൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭം എന്നൊക്കെ പറയുമ്പോ അത് അഹിംസയ്ക്കും ഗാന്ധിസത്തിനും എതിരാണ്. മഹാത്മാഗാന്ധി കോടതിയെ ധിക്കരിച്ചിട്ടില്ലേ? നിസ്സഹകരണ പ്രസ്ഥാനം നിയമവ്യവസ്ഥക്കെതിരായിരുന്നില്ലേ? ഉപ്പ് സത്യാഗ്രഹം, അറസ്റ്റ് വരിക്കൽ, ജയിൽ നിറയ്ക്കൽ, നികുതി നിഷേധം, ഇതൊക്കെ നിയമലംഘനങ്ങളായിരുന്നു എന്നാണ് ഈ ഉള്ളവന്റെ ഓർമ്മ. ചെറ്റത്തര എവൻ കാണിച്ചാലും ചെറ്റത്തരം തന്നെയാ. അത് ബ്രിട്ടീഷുകാരനായാലും ശരി, ഇന്ത്യക്കാരൻ പെരുമാളായാലും ശരി. എന്റെ പിള്ളേച്ച, അവൻ ഈ കതിനാ മുഴുവൻ പൊട്ടിച്ച് അണക്കെട്ട് തീർത്ത സ്റ്റേ കൊടുത്ത കോടതിയുടെ തലയൊന്നും പോകല. ജഡ്ജിക്ക് ശമ്പളവും കിട്ടും. നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കാ. അതുകൊണ്ട് എതിർക്കണം. നിങ്ങളെ പോലെ സമരം ചെയ്യണം. ഇല്ലെങ്കിൽ കൃഷിയും കുടിയേറ്റവും ഒക്കെ അവസാനിപ്പിച്ച് ഒരു ബാണ്ടോ കെട്ടി മലയിറങ്ങേണ്ടി വരും. എടാ പൈലി, നിനക്ക് മുമ്പിൽ നിൽക്കാവോ? ഈ നാട് മുഴുവൻ നിന്റെ കൂടെ നിൽക്കും. എന്താ? ബെസ്റ്റ്. പള്ളിക്കരയുടെ വിധി പള്ളിക്കരക്കാർ അനുഭവിച്ചാൽ മതി. എനിക്ക് വേറെ ജോലിയുണ്ട്. അച്ചോ, സമരം തുടരാൻ എന്റെ തടിമെടുക്കൊന്നും വേണ്ട. ഈ പിള്ളേച്ചന്റെ വളവളപ്പൊക്കെ തന്നെ മതി. പക്ഷെ ഗാന്ധി ഗാന്ധി ആയിരിക്കണം. അടിവരുമെന്ന് കേട്ടപ്പോ ഓടിയവനല്ല മഹാത്മാഗാന്ധി. വേറെ പോലെ ഇരുന്നെങ്കിലും നീറ് പോലെ നിന്നവനാ. ഓടരുത് പിള്ളേച്ച, അങ്ങനെ പോലെ എറിഞ്ഞു പിടിച്ച് നിൽക്കണം. അതെ, അതാ അതിന്റെ ശരി. സമരം ശക്തമായി തന്നെ നമ്മൾ തുടരുന്നു. എന്താ? ആരാത്? 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 എന്നാ ദിവസം ആരാത്? എന്നതാ അവിടെ ഒച്ച കേട്ടത്? ആരാന്നറിയില്ല. പെമ്പിള്ളേരൊക്കെ ഉള്ള വീടല്ലേ? പഴയ കള്ളന്മാരും ആണോ? ആയിരിക്കും. കള്ളന്മാരിപ്പോ പള്ളിക്കരയിലോട്ട് എക്സ്കർഷനായിട്ട് വരികയല്ലേ? പുക ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ. ഇവന്റെ എഞ്ചിൻ നല്ല കണ്ടീഷനാ. പിന്നെ ഇവൻ ഇറ്റാലിയൻ അല്ലേ? വത്തിക്കാന്റെ സ്പെഷ്യൽ മേക്ക്. പണിയല്ലേ പൈലി? അച്ഛനല്ലേ പണിയാൻ പറഞ്ഞത്? വണ്ടിക്കിട്ട് പണിതാ മതി, കത്തനാരിക്കിട്ട് പണിയല്ലേ? നിനക്കെന്താടാ വത്തിക്കാനോടൊരു പുജ്ഞം? അപ്പൊ നീ നമ്മുടെ പാർട്ടി അല്ലേ? ഏത് പാർട്ടി? ബോംബെയിലൊക്കെ ഇപ്പോഴും ശിവസേനക്കാ മാർക്കറ്റ്. ഞാൻ മറ്റേ പാർട്ടിയാ. മറ്റേ പാർട്ടി? നമ്മുടെ പാർട്ടി. നമ്മുടെ പാർട്ടിയാ? ഏത്? കേരള കോൺഗ്രസ്. ജോസൂട്ടിക്ക് ഫസ്റ്റ് പ്രൈസ്. ഇന്നോ നാളെ എത്തുമായിരിക്കും. നോക്കട്ടെ നോക്കട്ടെ. ഓട് പെണ്ണേ. അയ്യോ, നീ കളിക്കേ. അച്ചോ, ജോസൂട്ടിക്ക് 25,000 പ്രൈസ്. ഇച്ചായന്റെ വിവരം വല്ലതുണ്ടോ? വരുമെന്ന് പറഞ്ഞിരുന്നു. എത്തിയോ? ആള് കണ്ടാൽ ഭീകരനാണെന്ന് തോന്നുമെങ്കിലും വെറും പാവമാ. നീ കുശുമ്പും കുന്നായ്മയും എടുത്ത് ഇച്ചായന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഒന്ന് പോകണേ. നിനക്കറിയാവല്ലോ, ഇച്ചായനേക്കാൾ എനിക്ക് ഈ ലോകത്ത് വലുതായിട്ട് ആരുമില്ല. നീ പോലും ഒന്നും അതിലില്ല. നീ പോലും ഒന്നും എഴുന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവന്റെ മനസ്സിലിപ്പോ അത് തന്നെയാണെന്ന് എനിക്കറിഞ്ഞൂടെ? അതുകൊണ്ട് മര്യാദക്ക് ബഹുമാനിച്ച് നിന്നുണ്ടോ, ഇല്ലെങ്കിൽ വിവരം അറിയും. പുള്ളിക്കാരൻ വലിയ ആഹാരപ്രിയനാണ്. ഒരുപാട് പട്ടിണി കിടന്നിട്ടുള്ളവനാ മോളെ എന്റെ ഇച്ചായൻ. ഇപ്പോഴും തരം കിട്ടിയ അത്താഴം മാറ്റിവെക്കും. എന്തിനാണെന്നോ? അതും കൂടെ ജോസ് കുട്ടിക്കിരിക്കട്ടെ. നേരത്തും കാലത്തും നീ വല്ലതും വെച്ചു വിളമ്പി കൊടുക്കണം. സമയം പോലെ പള്ളിയിൽ കൊണ്ടുപോയി അച്ഛനുമായിട്ടൊന്ന് മുട്ടിച്ചു കൊടുക്കണം. രണ്ടും നല്ല കമ്പനി ആയിരിക്കും. നീ ആ കത്തിങ് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ഇനി അങ്ങോട്ട് പിള്ളേരുടെ പ്രേമമാകോ ചോ? നമുക്ക് വേണ്ട ഇച്ചിച്ചി. നീ കത്ത് കുട്ടി അവിടെ നിൽക്കൂ. അവിടെ നിൽക്കുന്നേ. അമ്പടി കലാസ്നേഹികളെ, പള്ളിക്കരയുടെ രോമാഞ്ചമായ ധിന്തിമത്തായിക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് പീതാംബരന്റെ ഷാപ്പിൽ വെച്ച് നൽകുന്ന ഗംഭീര സ്വീകരണ മഹാമഹം വമ്പിച്ച വിജയമാക്കി തീർക്കുവാൻ നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.
സ്വീകരണത്തിന് ശേഷം കള്ള് സൽക്കാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ആരാച്ചോ ഈ പുതിയ അവതാരം? ദിംതിമത്തായി ബീഹാറിലെ ജയിലിലായിരുന്നു. ലോറി മോഷ്ടാവ. പിന്നെ ഒരു മെച്ചുള്ളത് ലൈലാൻഡ് മാത്രമേ മോഷ്ടിക്കൂ. വലിയ തെറ്റില്ലാത്തൊരു തല്ലുള്ളിയാ. നമുക്ക് പണിയാവൂ. കള്ളനും തല്ലുകൊള്ളിക്കൊക്കെ നാട്ടിൽ സ്വീകരണി. ഏതായാലും ടിക്കറ്റ് വേണ്ടാത്ത ഷോ അല്ലേ, പോയിക്കളെ. പള്ളിക്കരയുടെ രോമാഞ്ചമായ ദിംതിമത്തായി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പിന്നിട്ട പാതയോരങ്ങളിലെല്ലാം പതിനായിരങ്ങളുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ കടന്നു വരുന്നു. സഹൃദയരെ, കലാസ്നേഹികളെ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ദയവ് ചെയ്ത് അലമ്പുണ്ടാക്കരുതേ. വർഷങ്ങളായി നിങ്ങൾക്ക് ആകാംക്ഷയോടെ കാത്തിരുന്ന സംപൂജ്യമായ ആ അസുലഭ മുഹൂർത്തം ഇതാ എത്തിക്കഴിഞ്ഞു. എല്ലാം റെഡിയല്ലേ? തസ്കര വീരൻ ദിംതിമത്തായിക്ക്, ദിംതിമത്തായിക്ക്, ലൈലാൻഡ് ദിംതിമത്തായിക്ക്. മ്യൂസിക് 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 സ്റ്റാർട്ട് ചെയ്തോ. 1 2 3 4. कहने को बहुत खुशी है, मगर किससे कहो हम दीवा जो हम दोनों में है आज गिरा तो लोगों को पता तो हमको मोहब्बत है, हमको मोहब्बत. ഇവിടെ പറയാൻ കാര്യം എടാ ഇത്ര ആൾക്കാർ എത്തുമ്പോ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ആശാന് ബഹുത്ത് ബഹുത്ത് ശുക്രിയ. ഈടാ, ഇതാരാണ് ആശാനെ? ഇതെന്റെ അസിസ്റ്റന്റ് പങ്കജാക്ഷൻ. അപ്പൊ ജയിലിൽ പോകുന്നതിന് മുമ്പ് വേറൊരാളുണ്ടായിരുന്നല്ല. അത് ഇവന്റെ അച്ഛൻ അരവിന്ദാക്ഷൻ. ഇനി ഇവനെ പോലെ വേറെ ഒരുത്തരുണ്ട്. അതെനിക്കറിയാം. ആരാ? ഫിക്സ് ആക്ഷൻ. ആ. വെടി 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 വെടി. വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ. ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരായിരുന്നോടാ. അത് കതിനും ഗർഭം കലക്കൊന്നുമല്ല, വെടിത്തമര പെരുമാളുടെ പാറമടയില. ഓഹോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 92-93 കാലഘട്ടത്തിൽ അപ്പോ ഈ പാണ്ടിക്ക് ഒരു ലൈലാൻഡ് ലോറി ഉണ്ടായിരുന്നുള്ളൂ, നാഷണൽ പെർമിറ്റ്. അന്നേ ഞാൻ അത് അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഈ വെടിത്തമര ഇവിടെ പൊട്ടില്ല. ദിംതിമത്തായി, ദിംതിമത്തായിക്ക്, ദിംതിമത്തായിക്ക്. മതി മതി മതി, നിർത്ത് നിർത്ത് നിർത്ത്. ഡാ പങ്കജാക്ഷ, നീ എല്ലാവരെയും അങ്ങ് സെറ്റിൽ ചെയ്ത് തരാം മോനെ. ദിംതിമത്തായിക്ക്, ജയ്. ദിംതിമത്തായിക്ക്, ജയ്. ദിംതിമത്തായിക്ക്. ഈ ദിംതിമത്തായിക്ക് ഒരു കോപ്പ കള്ളു തരാൻ ഇവിടെ ആരുമില്ലടാ. അങ്ങോട്ടിരിക്കാം. തെങ്ങോ പനയോ? പ്ലാവ് അവിടെ വെക്കണത്. ദിന്തിച്ചായം കഴിച്ചതിന്റെ ബാക്കിയുണ്ടെങ്കിൽ കൊടുത്താൽ മതിയുടെ അപ്പുറത്തേക്ക്. അതേത് മാൻഡ്രക്ക് ആയാലും ശരി, ഫാൻഡോ ആയാലും ശരി. ഓഹോ, അപ്പോ ഇതാണ് ഫാൻറ്റം. അടിവാരത്ത് വെച്ച കേട്ടിരുന്നു ഇരട്ട ചങ്കുള്ള ഫാൻറ്റം പൈലിയെ പറ്റി. അപ്പോഴേ തുടങ്ങിയ മോഹ ആ ചങ്കൊന്ന് പൊളിച്ച് കാണണമെന്ന്. കേട്ടതൊക്കെ സത്യാണോന്ന് അറിയണ്ടേ? അതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ താൻ പൈലിക്ക് പറ്റിയ തണ്ടി അല്ലല്ലോ മത്തായി. ജയിലിൽ നിന്ന് വരുന്ന വഴിയായതുകൊണ്ട് തൽക്കാലം തല്ലി തോപ്പിക്കാനുള്ള കപ്പാസിറ്റി ദിംതിക്കില്ല. പക്ഷേ ഞാൻ കുടിച്ചു തോപ്പിക്കും, കള്ളു കുടിച്ചു തോപ്പിക്കും. എന്തിനൊരു ക്വാളിഫയിങ് റൗണ്ട് ഇല്ലേ മത്തായി? എന്നോട് മത്സരിക്കുന്നതിന് മുമ്പ് താൻ ആ ദേവസ്വം ഒന്ന് തോപ്പിക്കും. അയ്യേ, ഈ ചീള് കേസിലോടൊന്നും കൈകോർക്കാൻ ദിന്തിയെ കിട്ടില്ല. അശനെ, നീ ഇന്ന് മേടിക്കും. പൈലി, നേരിട്ടൊരു മത്സരം ഓപ്പൺ എയറിൽ. എന്താ, ദിന്തിയുടെ വരവൊന്ന് കൊഴുക്കട്ടെന്നേ. സമ്മതിച്ചു. ഒരു 3-3.5 ലിറ്റർ ഇപ്പോഴേ പൈലയുടെ വയറ്റിലുണ്ട്. ഓഹോ, അത് താനൊരു ബോണസ് ആയിട്ട് വെച്ചു. നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. എന്താ? ഏറ്റു. എടാ ദേവസി, എന്താ? നീയാണ് റെഫറി. റെഫറി ഗോൾ അടിക്കരുത്. സമച്ചാ? ഓം പനയായ നമഃ, ഓം തെങ്ങായ നമഃ, ഓം ലൈലാൻ ലോറിയായ നമഃ. തുടങ്ങാം. പള്ളിക്കര പഞ്ചായത്തിന് കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൈലിയാശാൻ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോപ്പ നമ്പർ 5. കൈപ്പിടിയിൽ ഒതുക്കാൻ പള്ളിക്കര എന്ന കളിപ്പാട്ടമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദിംതിമത്തായി അടിക്കുന്നു കോപ്പ നമ്പർ 5.
എനിക്ക് ദാഹിക്കുന്നു, ദാഹം തീർക്കാൻ ഈ കള്ളുപോരെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കരയുടെ പൊന്നോമന പുത്രൻ ടിപ്തിമുത്തായി ഇതാ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കോപ്പ നമ്പർ 5 ചത്താലും ശരി മത്താവൂൽ എന്ന മുദ്രാവാക്യവുമായി മണിമത്തൂരിലെ മാർക്കോസിന്റെ മകൻ മത്തായി അടിക്കുന്നു. കോപ്പ നമ്പർ 6. മത്താണ് ഇനി അടിച്ചാൽ നീ മയ്യത്താവും ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് പൈലിയ ശരണിക്കുന്നു. കോപ്പ നമ്പർ 7. പള്ളിക്കരയ്ക്ക് വേണ്ടി വാളുപണിയും 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 ആശാനെ തോറ്റു കൊടുക്കരുത്, ആശാനെ തോറ്റു കൊടുക്കരുത്, ആശാനെ വീടരുത്, ആശാനെ പ്ലീസ്. അങ്ങനെ പിടിക്കും, അങ്ങനെ പിടിക്കും, അങ്ങനെ പിടിക്കും. ഹസനെ അടിക്കാസനെ അടിക്കാസനെ പുല്ലാണ് പുല്ലാണ് പൈലി പുല്ലാണ് 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 ഫാൻറ്റം പൈലി പുല്ലാണ്. അയ്യോ പിടിച്ചോ പിടിച്ചോ. കർത്താവേ, മത്തായി ഇതാ വരുന്നേ. എന്താ ഇവിടെ കൊച്ചിട്ട് വരുന്നു? പണ്ടാറടങ്ങാൻ ഈ കത്തനാരി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത ആരാണ്? കർത്താവേ, ഇതെന്റെ കൊച്ചച്ഛനല്ലേ? എന്റെ ദൈവമേ, ഞാൻ രാവിലെ അവിടെ നിന്ന് പോരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്ന മനുഷ്യനാ. അങ്ങേര് താണ്ട് ഉച്ച തിരിഞ്ഞപ്പോ മെത്രാനായിട്ട് നിൽക്കുന്നു. ഇതെന്നാ മറിമായമാ എന്റെ കർത്താവേ. താണ്ട് ആ കൈ ഒന്ന് കൊണ്ടുവന്നേ, ഞാൻ ആ മോതിരം ഒന്ന് മുത്തട്ടെ. പുതിയ മെത്രാന്മാരുടെ കൈ ആദ്യമായിട്ട് മുത്തുന്നവർക്ക് വിചാരിക്കുന്ന കാര്യം സാധിക്കുന്ന വിശ്വാസം. അല്ല, കൈ ഒന്ന് കൊണ്ടുവന്നേ, മുത്തട്ടെ. എന്റെ തമ്പരാനെ, എന്റെ ജോസൂട്ടിനെ അവന്റെ പെണ്ണിനെ നീ നോക്കിക്കൊള്ളേ. എന്റെ പൈലി എന്താടാ? ഒന്നുമില്ല.